ജനസമക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം പെരുന്താനിയിലെ പ്രിയങ്കരനായ കൗൺസിലർ ശ്രീ പി പത്മകുമാർ. സ്വാഗതം സർ. സർ, കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ നഗരസഭയിൽ അങ്ങ് നടത്തിയ പ്രവർത്തനങ്ങൾ, പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ? ഞാൻ പെരുന്താനി വാർഡിൽ 2ാമത് തവണയാണ് കൗൺസിലറാകുന്നത്. 2010 ഇതിനു മുമ്പ് കൗൺസിലറായിട്ടുള്ളത്. ഞാൻ അന്ന് മുതൽ പെരുന്താനി വാർഡിൻ്റെ പൊതുവായ വികസനങ്ങൾക്ക് വേണ്ടി ഏറെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും ഏതാണ്ടൊക്കെ ചെയ്തു തീർക്കുവാൻ സാധിച്ചു എന്ന വിശ്വാസമാണുള്ളത്. പെരുന്താനി വാർഡെന്ന് പറയുമ്പോൾ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ്. പാർവതി പുത്തനാറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വാർഡാണ്. അത് കാരണം ഏതാണ്ട് ഈസ്റ്റ് പോർട്ടിന് അപ്പുറമുള്ള മുഴുവൻ വാർഡുകളിലെയും മഴ പെയ്യുമ്പോഴും അല്ലാതെയുമുള്ള മുഴുവൻ ജലവും വന്നു ചേരുന്നത് പെരുന്താനി വാർഡിലാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മഴയത്തൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സാഹചര്യം പലപ്പോഴും രൂക്ഷമായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികൾക്ക് ഒരുപാട് ശാന്തത ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഓടകളും റോഡുകളുമൊക്കെ ചാലുകളുമൊക്കെ വളരെ ഭംഗിയാക്കി നിർമ്മിച്ച് പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഏതാണ്ട് 47 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് എനിക്ക് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നപ്പോൾ ഇതിനേക്കാൾ കുറെ കൂടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായി ഫണ്ട് അനുവദിക്കുന്നതിനുള്ള ഒരുപാട് പോരായ്മകൾ കാരണം അതൊക്കെ കുറേയൊക്കെ പരിമിതികളോട് മാത്രമേ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. എങ്കിലും വെള്ളപ്പൊക്കത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ശുദ്ധജല വിതരണം. നമ്മുടെ പ്രദേശത്ത് മിക്കവാറും എല്ലായിടത്തും ഈ മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുമെങ്കിലും പൈപ്പിലൂടെയുള്ള വെള്ളം കിട്ടുന്നത് ജനങ്ങൾക്ക് വളരെ കുറവായിരുന്നു. പല പ്രദേശങ്ങളിൽ, ഏതാണ്ട് പ്രധാനപ്പെട്ട 9 പ്രദേശങ്ങളിൽ കുടിവെള്ളം കിട്ടുന്നതിനുള്ള പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുവാനും അതുവഴി മുഴുവൻ ആൾക്കാർക്കും കുടിവെള്ളം യഥേഷ്ടം കിട്ടുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് അമൃത് പദ്ധതി പ്രകാരമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് അമൃത് പദ്ധതി. കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതി പ്രകാരം വാർഡിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളം യഥേഷ്ടം കിട്ടുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. സൗജന്യ പദ്ധതിയാണല്ലോ. സൗജന്യ പദ്ധതി. അപ്പോൾ എത്ര വീടുകൾ കൊടുത്ത് ഏകദേശം പറയാൻ പറ്റും? അത് നമുക്കിപ്പോൾ എല്ലായിടത്തും നമ്മുടെ ഭാഗങ്ങളിൽ മിക്കവാറും എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷൻ ഉള്ളതാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരു 167 പുതിയ വീടുകളിൽ പൈപ്പ് കണക്ഷൻ എന്നിട്ടില്ലാതിരുന്ന 167 വീടുകളിൽ പുതുതായിട്ട് പൈപ്പ് കണക്ഷൻ കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ അതുപോലെ തന്നെ സിവറേജ് വിഷയം നമ്മുടെ കോർപ്പറേഷൻ്റെ എല്ലാ വാർഡുകളിലും സിവറേജിൻ്റെ സംവിധാനം പൂർണ്ണമായിട്ടില്ല. നമ്മുടെ ഏറ്റവും അടുത്താണ് മുട്ടത്തറയുടെ സിവറേജ് പ്ലാന്റ് ഉള്ളതെങ്കിൽ പോലും നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും സിവറേജ് സംവിധാനം വന്നിട്ടില്ല. സിവറേജിൻ്റെ വിഷയത്തിൽ ഉള്ള സ്ഥലങ്ങളിൽ പോലും അതിന് ഒരുപാട് പരിമിതികളുണ്ട്. പലയിടത്തും സിവറേജ് ലൈനുകൾ വളരെ സുഗമമായി ഒഴുകിപ്പോകാനുള്ള സാഹചര്യമല്ല ഉണ്ടായിരുന്നത്. അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 78 പുതിയ മെയിൻ ഹോളുകൾ സ്ഥാപിച്ചുകൊണ്ട് സിവറേജുള്ള എൻ്റെ വാർഡിലെ ഏതാണ്ട് 60% പ്രദേശത്ത് സിവറേജ് സംവിധാനം ഉണ്ട് നിലവിൽ. ആ 60% പ്രദേശത്തും പൂർണ്ണമായും സിവറേജ് സംവിധാനം ക്ലിയർ ആക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, സിവറേജ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ, അതായത് എൻ്റെ വാർഡിലെ കാരാളി പ്രദേശങ്ങൾ, കാരാളി റോഡെന്ന് പറയും, ആ പ്രദേശത്ത് സിവറേജ് സംവിധാനം വന്നിട്ടില്ല. അവിടത്തേക്ക് സിവറേജ് സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി 25 കോടി രൂപയുടെ പദ്ധതി അമൃത് പദ്ധതി പ്രകാരം കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ അതിനൊരു പമ്പിംഗ് സ്റ്റേഷൻ കിട്ടുന്ന സ്ഥലത്തിന് വേണ്ടിയിട്ട് അന്വേഷണം നടത്തി വരികയാണ്. ആ സ്ഥലം കൂടെ ലഭിച്ചു കഴിഞ്ഞാൽ ആ പദ്ധതി പൂർത്തിയാക്കാൻ സാധിക്കും. അതോടുകൂടി 100% സിവറേജുള്ള ഒരു വാർഡായി പെരുന്താനി വാർഡ് മാറാൻ സാധിക്കും. മറ്റൊന്ന്, നമുക്ക് എൻ്റെ വാർഡിൽ പ്രധാനമായും 4 സ്കൂളുകളാണുള്ളത്. ഒരു ഗവൺമെൻറ് UP സ്കൂള്, മറ്റൊന്നൊരു എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂള്, ഒരു മാനേജ്മെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂള്, പിന്നെ ഒരു മാനേജ്മെൻറ്റ് വനിതാ കോളേജ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവാക്കാൻ സാധിക്കുന്നത് ഗവൺമെൻറ് സ്കൂളിലാണ്. ഗവൺമെൻറ് ഇഞ്ചകൾ UP സ്കൂൾ, അവിടെ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണെങ്കിൽ പോലും ആ സ്കൂളിൽ
ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിച്ചു. സാധാരണഗതിയിലുള്ള സ്വകാര്യ സ്കൂളുകളെ വെല്ലുന്ന തരത്തിലേക്ക് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ 500 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന പുതിയ ഓഡിറ്റോറിയം ഞാൻ ഈ കാലയളവിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുപോലെ അവിടെ ആ കോമ്പൗണ്ടിനകത്തൊരു അംഗനവാടിയുണ്ട്. സ്വന്തം ബിൽഡിംഗ് ആയതുകൊണ്ട് അത് സ്മാർട്ട് അംഗനവാടിയാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ജനസമക്ഷം ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ. പെരുന്താന്നി വാർഡിലെ പ്രിയങ്കരനായ ശ്രീ പത്മകുമാർ ഞങ്ങളോടൊപ്പം ഉണ്ട്. അദ്ദേഹം ആ വാർഡിനെ കുറിച്ചുള്ള ഒരുപാട് വിഷയങ്ങൾ ഞങ്ങളടുത്ത് സംസാരിച്ചു. ഞങ്ങൾക്ക് ഇനി അദ്ദേഹത്തിന് എനിക്കും അറിയേണ്ടത് ആ വാർഡിനകത്ത് നമുക്ക് ഇനി എന്താണ് കൂടുതൽ വികസനങ്ങൾ വേണ്ടത്, അദ്ദേഹത്തിനോട് സംസാരിക്കാം. വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സമയബന്ധിതമായി റോഡിന്റെ പണികൾ കറക്റ്റ് ചെയ്യണം. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഒരു പരിധി വരെ അദ്ദേഹം ഇടപെട്ടത് ചെയ്തിട്ടുണ്ട്. പിന്നീട് പറയേണ്ട ഒരുപാടുണ്ട്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അതൊക്കെ ഒന്ന് ചെയ്താൽ നന്നായിരിക്കും. സാർ പറയുമ്പോൾ ഒരു രാഷ്ട്രീയം ഒഴിവാക്കി വേണം സംസാരിക്കാനുള്ളത്. രാഷ്ട്രീയമല്ലല്ലോ ഞാൻ ഓക്കെ പറയൂ. അല്ല പറഞ്ഞോളൂ. റോഡ് ജനങ്ങളുടെ അത്യാവശ്യമായി കാണാമല്ലോ. അതെ. അപ്പോൾ ഈ പറയുന്ന ഈ ഗ്യാസുകാർക്കും വാട്ടർ അതോറിറ്റിക്കാർക്കും ഈ കൊടുക്കുമ്പോൾ ആ പണികൾ തീർന്ന ഉടനെ തന്നെ അതിന്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാനുള്ള ഗവൺമെന്റിന്റെ അവരുടെ കർശനമായ ഒരു നീക്കം ഉണ്ടാകണം. ഒരുപാട് ആക്സിഡന്റുകളും പ്രശ്നങ്ങളൊക്കെ ഒന്നും ഒരുപാട് ഉണ്ടാകുന്നുണ്ട് ഇവിടെ. അതിൽ സ്ട്രീറ്റ് ലൈറ്റ്സ് തന്നെ ഇപ്പൊ കോർപ്പറേഷൻ ഏതോ ഏജൻസി ഏൽപ്പിച്ചിരിക്കുകയാണ്. മുമ്പൊക്കെ നമ്മൾ JCB അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ മാറ്റിത്തരാണ്. ഇപ്പൊ 15-20 ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കാണ് നാട്ടിലുള്ള പ്രശ്നങ്ങളാവുന്നത്. ഈ ഒരു സൈഡിലൊക്കെ വെള്ളം കിട്ടും. ഈ പാമ്പുകൾ കയറുന്ന സ്ഥലങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ് ഒരു സൈഡിൽ നമ്മുടെ വാർഡില്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കോട്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ പത്മകുമാരൻ മാക്സിമം നമ്മൾ പറയുന്നത് കൂടെ സാധിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് മാത്രമായിട്ട് അത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഹലോ അജിത്തെ, കോർപ്പറേഷന്റെ ഗവൺമെന്റിന്റെ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മറ്റെടുക്കാൻ പറ്റും നമുക്ക് വിശ്വാസം. അജിത്തെ പത്മകുമാറ, അപ്പൊ നമുക്ക് അവിടെ ഈ ഗ്യാസ് ലൈൻകാര് വർക്ക് ചെയ്ത ഭാഗത്തുള്ള പ്രശ്നമാണ് സൂചിപ്പിച്ചത് പ്രധാനമായും. അതുപോലെ നമ്മുടെ തെരുവ് വിളക്കുകൾ കത്തിക്കുന്ന ഏജൻസിയുടെ ഒരു കാലതാമസം. രണ്ട് കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് ഒരു റോഡ് ടാർ ചെയ്യാനുണ്ട്. അടുത്ത ആഴ്ച അതിന്റെ പണി ആരംഭിക്കുകയാണ്. അതിന് ക്രൈം ബ്രാഞ്ച് റോഡ്, അതാണ് ക്രൈം ബ്രാഞ്ച് റോഡ്. അടുത്ത ആഴ്ച കരിക്കകം സുരേഷ് എന്ന കോൺട്രാക്ടർ അതിന്റെ പണി തുടങ്ങുകയാണ്, ആരംഭിക്കുകയാണ്. വേറെ എന്തെങ്കിലും ആവശ്യം പറയാനുണ്ടോ അതിനെ ബന്ധപ്പെട്ട്? ഓക്കെ താങ്ക് യു. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ. അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി. ചുങ്കത് ഗോൾഡ്, precious like me. Hello, I am Dr. Rehna, Alpha Hill Skin and Hair Clinic. നമ്മളിവിടെ വേരിയസ് സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് വാമ്പയർ ഫേഷ്യൽ, മെസോതെറാപ്പി, സ്കിൻ ബൂസ്റ്റേഴ്സ്, ആന്റി പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് കെമിക്കൽ പീൽ, ഗ്ലൂട്ടത്തോൺ IV ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്സ്. ആന്റി ഏജിംഗിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഫില്ലേഴ്സ്, ബോട്ടോക്സ്, ത്രെഡ് ലിഫ്റ്റ്, കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ആണ്. കൂടാതെ PRP, GFC, അഡ്വാൻസ് എക്സസോംസ് തുടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷൻ സർവീസുകളും അവൈലബിൾ ആണ്. ബ്രാൻഡഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ്. ബ്രാൻഡഡ് ഡോർ ഹാൻഡിൽസ്, ലോക്സ്, മൺചിത്ര താഴുകൾ, പ്ലൈവുഡ്, PVC ആൻഡ് UPVC ഡോറുകൾ, വിൻഡോ ഗ്ലാസ്, വാൾപേപ്പർ, പ്രമുഖ കമ്പനികളുടെ മൾട്ടിവുഡുകൾ, PVC ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം. കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡുലാർ കിച്ചൺ,
പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഗ്ലാസ് പോയിന്റ്, പവർ ഹൗസ് റോഡ്, ചാലൈ, ട്രിവാൻഡ്രം. യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നമുക്ക് അതിനകത്ത് ആ കോമ്പൗണ്ടിനകത്ത് തന്നെ ഡോക്ടർ ശശി തരൂർ MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഷട്ടിൽ കോർട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലഡ് ലൈറ്റ് സ്ഥാപിച്ചുകൊണ്ടുള്ള ഷട്ടിൽ കോർട്ട് സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ക്ലാസ് റൂമുകളും കുട്ടികൾക്ക് ഹൈടെക് ആണോ ക്ലാസ്സുകളൊക്കെ? അതെ, ഹൈടെക് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് നേരത്തെ ഈ ഓഡിറ്റോറിയത്തിന്റെ കാര്യം പറഞ്ഞു. ഓഡിറ്റോറിയം ആ സ്കൂളിന്റെ ആവശ്യത്തിന് മാത്രമാണോ അതോ പുറത്തേക്ക് വാടക കൊടുക്കാൻ സാധിക്കുന്നതാണ്? ഇപ്പോൾ പുറത്തേക്ക് വാടക കൊടുക്കുന്നില്ല. ഇപ്പോൾ സ്കൂളിന്റെ പ്രോഗ്രാംസ് നടത്തുവാനും പിന്നെ സ്കൂൾ ഇരിക്കുന്ന പ്രദേശത്തുള്ള റെസിഡൻസ് അസോസിയേഷന്റെ ആ പ്രദേശത്തെ പരിപാടിക്ക് കൊടുക്കാൻ അതിനുവേണ്ടി കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ പ്രോഗ്രാം കേട്ടിട്ട് ആരെങ്കിലും താങ്കളെ നാളെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് കൂടെ വാടക തരുമോ എന്ന് ചോദിച്ചാൽ, അല്ല, അതിനകത്ത് കുറെ നിയമക്കുരുക്കൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാൻ സാധിക്കാത്തത്. മുൻപ് അങ്ങനെ വാടക കൊടുക്കാൻ സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് റൂൾ ഉള്ളതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കോ അങ്ങനെ ഇതര സംഘടനകൾക്കോ കൊടുക്കാൻ സാധിക്കുകയില്ല. അത് ആ സ്കൂൾ ഇരിക്കുന്ന പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷന് എൻ്റെ കൂടെ ശുപാർശ പ്രകാരം തന്നെയാണ് അവരുടെ പ്രോഗ്രാം നടത്തുവാൻ കൊടുക്കുന്നുണ്ട്. അവരും ഈ സ്കൂളുമായിട്ട് ഒരുപാട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷൻ കൂടിയാണ് ഈഞ്ചിക്കൽ റെസിഡൻസ് അസോസിയേഷൻ. അതുപോലെ നമുക്ക് അവിടെ വേറെ ഉള്ള ഒരു എയ്ഡഡ് സ്കൂളുണ്ട്, NSSന്റെ ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ കോർപ്പറേഷന്റെ നേരിട്ടുള്ള ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല, അതിന് തടസ്സമുണ്ട്. പക്ഷേ അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ MP ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ? കഴിയില്ല. MP ഫണ്ട് MLA ഫണ്ട് ഒന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ മാനേജ്മെന്റിന്റെ ഫണ്ട് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല സ്കൂളിന്റെ ഒരു സ്വഭാവം വെച്ച് അങ്ങനെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. അതുപോലെ NSSന്റെ തന്നെയാണ് മറ്റൊരു വനിതാ കോളേജും പിന്നെ മറ്റൊരു മാനേജ്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെയും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അവിടുത്തെ വിദ്യാലയം തുറക്കുന്ന ആ സമയത്തുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ എല്ലാ വർഷവും ഞാനത് ഒരു പരിധിക്ക് പുറത്ത് തൊട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നു. പരിധിക്ക് പുറത്ത് തന്നെയാണ്, പരിധിക്ക് പുറത്ത് നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കാറ്. ഓരോ വാക്കുകളും വളരെ ശ്രദ്ധയോടു കൂടിയാണ് പറയുന്നത്. അതെ, ഒരു മികവുറ്റ ഒരു രാഷ്ട്രീയക്കാരനും മികവുറ്റ ഒരു ഭരണാധികാരിയും കൂടെ. അതുകൊണ്ട് സൂക്ഷിച്ചാണ് ചില കാര്യങ്ങൾ പറയുന്നത്. പറയൂ സാർ. പിന്നെയുള്ളത് നമുക്ക് ഈ നമ്മുടെ പ്രദേശത്ത് 25 റെസിഡൻസ് അസോസിയേഷനാണ്. ആ 25 റെസിഡൻസ് അസോസിയേഷനുമായിട്ട് എനിക്ക് ഏറ്റവും അടുത്ത ബന്ധമുണ്ട്. അത് കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ വഴി ചെയ്യാൻ സാധിക്കും. കാരണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ അറിയിക്കുവാൻ എന്നോട് വലിയ താല്പര്യം കാണിക്കുന്നു. മാത്രമല്ല പെരുന്നാളി വാർഡിൽ ആദ്യമായിട്ട് ഒരു കൗൺസിലറുടെ ഓഫീസ് തുടങ്ങുന്നത് ഞാൻ 2010 കൗൺസിലർ ആകുമ്പോഴാണ്. ആ സമയത്ത് തുടങ്ങി. പിന്നെ 2015-20 കൗൺസിലറുടെ ഓഫീസ് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് 2020 ഞാൻ വീണ്ടും വന്നപ്പോൾ ആ കൗൺസിലറുടെ ഓഫീസ് തുറന്നു. ജനങ്ങളുമായി ദിവസവും ബന്ധപ്പെടാൻ എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലറുടെ ഓഫീസ് ഉള്ളത് തന്നെയാണ് എല്ലാ റെസിഡൻസ് അസോസിയേഷനുമായും ആ വാർഡിലെ മുഴുവൻ ജനങ്ങളുമായും ഏറ്റവും അടുത്ത് ബന്ധപ്പെടുവാനും പൊതുവായ കാര്യങ്ങൾ അവരിൽ നിന്നും അറിയുന്ന കാര്യങ്ങൾ എനിക്ക് വേഗത്തിൽ ചെയ്തു തീർക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആശാവർക്കർമാർ, നമുക്ക് എൻ്റെ വാർഡിൽ 7 ആശാവർക്കർമാരുണ്ട്. 7 ആശാവർക്കർമാരും ജനങ്ങളുമായി പാലിയേറ്റീവ് കെയർ അടക്കമുള്ള ആൾക്കാരുടെ സഹായത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ എനിക്ക് ഒരുപാട് സഹായങ്ങളാണ് അവർ വഴി കിട്ടുന്നത്. അതുപോലെ ഹരിതകർമ്മസേന എന്ന് പറയുന്നത് നമുക്കറിയാം, മാലിന്യ വിഷയമാണ് നമ്മുടെ നഗരസഭയിലെ ഏറ്റവും വലിയ വിഷയം. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുവാൻ അല്ലെങ്കിൽ നീക്കം ചെയ്യുവാനുള്ള സംവിധാനം, ഉചിതമായ സംവിധാനം ഇപ്പോഴും ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. ഹരിതകർമ്മസേന എൻ്റെ വാർഡിൽ ജൈവമാലിന്യവും അജൈവ മാലിന്യവും സ്വീകരിക്കുന്നുണ്ട്. ജൈവമാലിന്യം അവരൊരു ഏജൻസി വഴി പുറത്തേക്ക് കൊടുക്കുകയാണ്. അജൈവ മാലിന്യങ്ങൾ കോർപ്പറേഷൻ്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്യുകയാണ്. പക്ഷെ ജൈവമാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ ഒരുപാട് വാർഡുകളിൽ നിരോധനം വന്നപ്പോഴും എൻ്റെ വാർഡിൽ അത് തുടർന്ന് പോവുകയാണ്. എൻ്റെ കൂടെ നിർബന്ധം കൊണ്ടാണ് എൻ്റെ വാർഡിലെ മിക്കവാറും വീടുകൾ 1 സെന്റോ 2 സെന്റോ 1.5 സെന്റോ ഉള്ള വീടുകളാണ്, ചെറിയ വീടുകളാണ്. അവർക്ക് ഉറവിടത്തിൽ മാലിന്യ സംസ്കരണം നടപ്പിലാക്കാൻ സാധിക്കാത്ത വീടുകളാണ്. അത്തരം വീടുകളെ ആ വീടുകളിൽ താമസിക്കുന്ന ആൾക്കാരെ രക്ഷിക്കുവാൻ കൂടിയാണ് ആ പദ്ധതി തുടർന്നുകൊണ്ട് പോകുന്നത്. എത്ര കാലം തുറന്നു പോകാൻ സാധിക്കുമെന്ന് അറിയില്ല.
എങ്കിലും കഴിയുന്നിടത്തോളം അത് തുടർന്ന് പോകുവാനും ജനങ്ങളെ സഹായിക്കുവാനും ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ കിച്ചൺ ബിൻ, കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന കിച്ചൺ ബിൻ, അത് നടപ്പിലാക്കാൻ സാധിക്കുന്ന പരമാവധി വീടുകളിൽ കിച്ചൺ ബിൻ റെസിഡൻസ് അസോസിയേഷൻ സഹായത്തോടു കൂടി നടപ്പിലാക്കി വരികയാണ്. ജനസമക്ഷം ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ, ഹലോ, പെരുന്താനിയുടെ പ്രിയങ്കരനായ കൗൺസിലർ ഞങ്ങളോടൊപ്പം ഉണ്ട്. കേൾക്കാമോ ശശിയേട്ടാ? കേൾക്കാമോ? കേട്ടോ. ഇനി നമുക്ക് എന്താണ് ആ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നടക്കാനുള്ളതെന്ന് പറയണം. നമ്മുടെ റോഡുകളുടെ കാര്യത്തില് കുറച്ച് റോഡുകൾ കൂടെ ഇനി ചാർജ് ചെയ്യാനുണ്ട്. ഇപ്പൊ ചെയ്യാൻ പോകുന്ന റോഡല്ലേ? പിന്നെ ഇപ്പൊ ചെയ്യാൻ പോകുന്ന റോഡല്ലേ? അതെ, അത് ചെയ്യുന്ന അടുത്ത ആഴ്ച പണി തുടങ്ങാണല്ലോ അതിന്റെ. റോഡ് പിന്നെ തെരുവുകളുടെ കാര്യത്തിലും വളരെ കാര്യമായിട്ട് റോഡെല്ലാം ആവശ്യമുണ്ട്. യെസ് യെസ്, അത് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ പിന്നെ കാര്യമായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. പിന്നെ നമ്മുടെ സ്കൂളിന്റെ കാര്യത്തിലും പല ഹോസ്റ്റലുകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അത് നമ്മുടെ വളരെ സന്തോഷമുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. നമ്മുടെ AKG ലൈനിലെ പുതിയൊരു റോഡ് കഴിഞ്ഞ തവണ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ. അതെ, ആ റോഡ് നമുക്ക് മുൻപ് ഒരു വരമ്പ് പോലെ ഉണ്ടായിരുന്ന വഴിയാണ്. ഒരു അതെ, വൃത്തിയാക്കി പിന്നെ മെയിൻ റോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ചേട്ടൻ്റെ അസോസിയേഷനിൽപ്പെട്ട സ്ഥലമാണ്. അസോസിയേഷന്റെ അവർക്ക് കൗൺസിലിന്റെ ഇടപെടലാണ് അതിന് കൊണ്ട് നന്നായിട്ട് ചെയ്തത്. അച്ഛൻ വരെ ചാർജ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷന്റെ കാര്യത്തിലും എല്ലാ വീടുകളിലും ഗ്യാസ് കണക്ഷൻ കൊടുക്കാനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള നടപടികൾ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഗ്യാസ് കണക്ഷൻ കൊടുക്കാൻ സാധിച്ചു. പക്ഷേ ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നവർ റോഡ് ശരിയാക്കുന്നില്ല എന്നൊരു പരാതിയോടാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഉണ്ടാവും. റോഡ് ചാർജ് ചെയ്തതിന് ശേഷമാണ് കണക്ഷൻ കൊടുക്കാൻ പറ്റും. ചാർജ് ചെയ്ത റോഡുകൾ ശരിയാക്കുന്ന ഒരു രീതി ഗ്യാസ് കണക്ഷൻ ചില ഭാഗത്തുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് അസോസിയേഷൻ നൽകിയിട്ടുള്ള സഹായങ്ങൾ തുടർന്നും വേണം. സർവീസിന്റെ ഭാരവാഹികളും കൗൺസിലറുമായിട്ട് ഒരു ചർച്ച ചെയ്തതുകൊണ്ട് അവരെന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മുന്നേറ്റം അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. എന്തായാലും നമുക്ക് ഇനി തുടർന്ന് നമുക്ക് ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ ചെയ്യിക്കണം. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. മറ്റൊന്ന് കുടുംബശ്രീ സംവിധാനം മിക്കവാറും എല്ലാ വാർഡുകളിലും കൗൺസിലർമാരുമായി യുദ്ധത്തിലാണ്. എൻ്റെ വാർഡിലുള്ള കുടുംബശ്രീയുടെ ഭാരവാഹികളൊക്കെ അവർ ഏത് രാഷ്ട്രീയ പാർട്ടി വിശ്വസിച്ചാലും ഞാൻ ഇരിക്കുന്ന 2 ടേമിലും എന്നോടൊപ്പം നന്നായി സഹകരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കുടുംബശ്രീ വഴി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ, സർവേകൾ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ പല വാർഡുകളും നടക്കില്ലെങ്കിൽ പോലും നമുക്ക് എൻ്റെ വാർഡിൽ അവരെ കൊണ്ട് എനിക്ക് ചെയ്യിക്കാൻ സാധിക്കുന്നുണ്ട്. അത് അത്രമാത്രം ബന്ധമാണ്. അവരുടെ എല്ലാ പ്രോഗ്രാമുകളിലും എല്ലാ പരിപാടികളിലും അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവരോടൊപ്പം നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും അവർ നന്നായി ചെയ്യുവാൻ തയ്യാറായി വരുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ എൻ്റെ വാർഡിലെ മിക്കവാറും എല്ലാ റോഡുകളും ടാർ ചെയ്യുവാൻ ഇനി ഒരു 7 റോഡുകൾ ടാറിങ്ങിൻ്റെ പണി ആരംഭിക്കാൻ പോവുകയാണ്. വരുന്ന 2-3 ദിവസത്തോളം ആരംഭിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വഴികൾ ചെയ്യാൻ സാധിക്കുന്നു. ഈ നേരത്തെ പറഞ്ഞ പോലെ വെള്ളപ്പൊക്കം പരിഹരിക്കുന്നതിനുള്ള നിരവധി ഓടകൾ, നമ്മുടെ പാർവതിപുത്തനാറിലേക്ക് പോകുന്ന ഓടകൾ, കനാലുകളൊക്കെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. പുതിയ ഇതെല്ലാം നമ്മുടെ നഗരസഭയുടെ ഫണ്ട് മാത്രമാണോ, MLA ഫണ്ട് കൂടെ ഉപയോഗിച്ചു? അതിനകത്ത് നേരത്തെ കഴിഞ്ഞ തവണയൊക്കെ നമ്മുടെ ഒരു MLA MLAയുടെ ഫണ്ട് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അധികമായിട്ട് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ MP ഫണ്ട് എനിക്ക് കുറച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ഈ റോഡുകളും കോൺക്രീറ്റ് വഴികളും ഇന്റർലോക്ക് വഴികളും ഒക്കെ നമ്മൾ ഒരു വഴി കൂടെ നിർമ്മിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു തരത്തിൽ മറ്റുള്ള വികസന പ്രവർത്തനം നടത്തുമ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കും. അത് നമ്മുടെ പ്രധാനമായിട്ടും പൈപ്പ് ലൈൻ ഗ്യാസ് ഏജൻസി. എൻ്റെ വാർഡിൽ നമ്മുടെ പ്രദേശത്ത് ശംഖുമുഖം വെട്ടുകാട് കഴിഞ്ഞാൽ പിന്നെ ആദ്യമായിട്ട് ഈ ഭാഗത്തോട്ട് നടപ്പിലാക്കിയ ആദ്യത്തെ പൈപ്പ് ലൈൻ ഗ്യാസ് നടപ്പിലാക്കിയ വാർഡ് എൻ്റെ വാർഡാണ്. എല്ലാം പൂർത്തിയാക്കിയിരിക്കണം. ഏതാണ്ട് 60-70% പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ അവർ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നിടത്തൊക്കെ ആ റോഡുകൾ നാശമാക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇനി 6-7 റോഡുകൾ കൂടി എനിക്ക് ടാർ ചെയ്യാനുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതും കൂടെ റെഡി ആയാലേ സമാധാനം വരുള്ളൂ. അതുകൂടെ ഞാൻ ഈ 2 മാസം കൊണ്ട് പൂർത്തിയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൂടി അത് പൂർത്തിയാക്കുകയാണ്. ഇപ്പൊ നമ്മൾ അംഗനവാടി ഒരെണ്ണേ പറഞ്ഞുള്ളൂ, മൊത്തം അംഗനവാടി എത്രയാണ്? എന്റെ വാർഡിൽ 5 അംഗനവാടികളാണുള്ളത്. ഞാൻ സ്വന്തം കെട്ടിടമുള്ള അംഗനവാടിയാണ് സൂചിപ്പിച്ചത്. കാരണം 4 വിട്ടുപോയാലും കുഞ്ഞുങ്ങൾ പിണങ്ങും. അതുകൊണ്ട് അതെ, 5 അംഗനവാടികളുണ്ട്. 4 അംഗനവാടികളും വാടക കെട്ടിടത്തിലാണ്. എല്ലാ അംഗനവാടികളിലും അത്യാവശ്യം കുട്ടികളുണ്ട്. 10 മുതൽ 15 വരെയുള്ള കുട്ടികളാണ് അംഗനവാടികളുള്ളത്.
അതുപോലെ ആരോഗ്യ മേഖലയിൽ അവിടെ ക്ലിനിക്കുകളോ അങ്ങനെ വെൽനസ് സെന്ററുകൾ എന്തൊക്കെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്? നമുക്ക് എൻ്റെ വാർഡ് ഉൾപ്പെടുന്ന 4 വാർഡുകൾക്ക് ചേർന്നിട്ടാണ് പാൽക്കുളങ്ങര പബ്ലിക് ഹെൽത്ത് സെന്റർ ഉള്ളത്. അങ്ങനെ അപ്പോൾ 4 വാർഡുകൾക്കും കൂടി ചേർന്നാണ്. അവിടെയാണ് നമ്മുടെ എല്ലാ ആശാവർക്കർമാരും, എൻ്റെ വാർഡിലുള്ള ആശാവർക്കർമാർ അടക്കമുള്ള 4 വാർഡിലെയും ആശാവർക്കർമാർ പ്രവർത്തിക്കുന്നത് ആ പബ്ലിക് ഹെൽത്ത് സെന്ററിലാണ്. അതുവഴിയാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്തത്. കഴിഞ്ഞ കോവിഡ് സമയത്തൊക്കെ ആ പബ്ലിക് ഹെൽത്ത് സെന്റർ വഴിയും അല്ലാതെ നമ്മുടെ മറ്റുള്ള സർക്കാർ ആശുപത്രി വഴിയും ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് വാക്സിൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞ ഓഫീസ് സ്വന്തമായിട്ടുണ്ട് എന്ന് പറഞ്ഞ സംഭവം ശരിയാണ്. അപ്പം അവിടെ തന്നെ ഒരു ചെറിയൊരു ക്ലിനിക്ക് പോലും സംവിധാനം നമുക്ക് ആലോചിച്ചൂടെ? ഇപ്പോൾ ഉള്ള എൻ്റെ ഞാൻ വാടകയ്ക്ക് എടുത്ത ഒരു കെട്ടിടത്തിലാണ് ഞാൻ ഓഫീസ് വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല ഈഞ്ചക്കൽ UP സ്കൂളിനകത്ത് വാർഡ് കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചിട്ടുമുണ്ട്. പക്ഷെ അവിടെ സ്കൂളിനകത്തായതുകൊണ്ട് ഈ ക്ലിനിക്ക് ആരംഭിക്കാൻ സാധിക്കില്ല. സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതുപോലെ പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം എത്ര പേർക്ക് അവിടെ ഈ മുട്ടക്കോഴി, അതുപോലെ തന്നെ മറ്റ് ആട്, പിന്നെ എന്താ പറയുക കട്ടിലുകൾ, ആനുകൂല്യങ്ങൾ പെൻഷൻ പറ്റുന്നവര്, ആനുകൂല്യങ്ങൾ, ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ഞാൻ 5 വർഷത്തിനിടയ്ക്ക് ഏതാണ്ട് 1000-ത്തിനടുത്ത് ആൾക്കാർക്ക് വാർദ്ധക്യകാല പെൻഷൻ, വിധവ പെൻഷൻ, അവിവാഹിതർക്കുള്ള പെൻഷൻ, വികലാംഗ പെൻഷൻ അടക്കമുള്ള എല്ലാ പെൻഷനുകളും വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ വീടും വസ്തുവും ഇല്ലാത്തവർക്ക് വീടും വസ്തുവും വാങ്ങിക്കൊടുക്കാൻ ഏതാണ്ട് 97 പേർക്ക് അത്തരത്തിലുള്ള ആനുകൂല്യം, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് അടക്കം 97 കുടുംബങ്ങൾക്ക് അത്തരത്തിൽ വീടുകൾ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ വീടുകളുടെ ആ മെയിൻ്റനൻസിനും ഏതാണ്ട് 83 പേർക്ക് വീടുകൾക്ക് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഗ്രാൻഡ് വാങ്ങി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 360-ലധികം ആൾക്കാർക്ക് വൃദ്ധരായിട്ടുള്ള ജനങ്ങൾക്ക് 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് കട്ടിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് മുട്ടക്കോഴി വളർത്താനുള്ള സൗകര്യം ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആട്, മാട് അങ്ങനെയുള്ള ആവശ്യമുള്ളവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മാടുകൾ വളർത്തുന്ന ഒരു 4-5 കുടുംബങ്ങൾ എൻ്റെ വാർഡിനകത്തുണ്ട്. അവർക്കൊക്കെ അത് വിസിറ്റ് ചെയ്യാത്തുണ്ട്. അപ്പം അവർക്കൊക്കെ അത്യാവശ്യമായ മാടുകൾക്കുള്ള കാലിത്തീറ്റ, അവരുടെ പാലിനുള്ള സബ്സിഡി, അത്തരം സംവിധാനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക്, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കുവാനും സ്കോളർഷിപ്പ് വാങ്ങിക്കൊടുക്കുവാനും, അത് മാത്രമല്ല കോർപ്പറേഷൻ ഒരുക്കുന്ന കമ്പ്യൂട്ടർ പഠന ക്ലാസ്സിൽ ചേർക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അവിടെ ഇപ്പോൾ ഏകദേശം നടന്നിരിക്കുന്ന ഒരു വികസന രീതിയിൽ. അപ്പോൾ ട്രൈ സ്കൂട്ടർ അങ്ങനെയൊന്നും ആർക്കും ആവശ്യം വന്നിട്ടില്ല. അത് കൊടുത്തിട്ടുണ്ട്. ട്രൈ സ്കൂട്ടർ കൊടുത്തിട്ടുണ്ട്, സൈക്കിൾ കൊടുത്തിട്ടുണ്ട്, വീൽ ചെയർ കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിക് വീൽ ചെയറും സാധാരണ വീൽ ചെയറും കൊടുത്തിട്ടുണ്ട്. ജനസമക്ഷം ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ. പെരുന്താനിയിലെ പ്രിയങ്കരനായ കൗൺസിലർ ഞങ്ങളോടൊപ്പം ഉണ്ട്, ശ്രീ പത്മകുമാർ. നമുക്കിനി അവിടെ എന്തെങ്കിലും വികസനം ആവശ്യമുണ്ടോ എന്ന് അദ്ദേഹം താങ്കളുടെ കോളിന് വേണ്ടി കാത്തിരിക്കുന്നത് സംസാരിക്കാം. ഹലോ. ജീവൻ ചേട്ടാ, നമുക്ക് അവിടെ ജീവൻ ചേട്ടാ ഞാൻ സംസാരിക്കുന്നത്, നമുക്ക് അവിടെ പെരുന്നാനി വാർഡില് ഇനി പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ, പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളത് ചേട്ടൻ്റെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിവിടെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ കുറെ ഇവിടെ സൂചിപ്പിച്ചു. എന്തോ പറയണം? പുതിയ കാര്യങ്ങൾ ഇപ്പൊ മെയിൻലി ഇപ്പൊ നമ്മള് ഓരോ പല കാര്യങ്ങളും നമ്മൾ ചെയ്യണ്ട. ഇപ്പൊ ഏരിയയിലോ ഞാൻ പറഞ്ഞ ഇതിന്റെ സ്കൂളിന്റെ മുമ്പിലുള്ള മരങ്ങൾ ഇതൊക്കെ വെട്ടാണോ, അതൊക്കെ വെട്ടാനുള്ളത്. പിന്നെ റോഡിന്റെ നമ്മുടെ മെയിൻ ഇഷ്യൂ ആറാട്ട് റോഡിന്റെ ഫെൻസിങ്ങിന്റെ പാർക്കിങ്ങിന്റെ അതൊക്കെയാണ്. അതൊരു മെയിൻ ഇഷ്യൂ ആണ്. ഹലോ, കേൾക്കാം പറഞ്ഞാൽ അതാണ് ഈ പാർക്കിങ്ങിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ആൾക്കാർക്ക് റോഡരികിലൊക്കെ പാർക്ക് ചെയ്ത് നടന്നു പോകാൻ പറ്റില്ല. അതൊക്കെയാണ് ഇഷ്യൂസ്. ബാക്കി അതാണ് കാര്യങ്ങൾ സാധാരണ പപ്പം ഓരോ ചെയ്ത് തരണ്ടല്ലോ, കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ അപ്പം ചെയ്യുന്നല്ലോ, റെക്ടിഫൈ ചെയ്ത്. ഞാൻ ആ പാർക്കിംഗ് വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. അത് നമ്മുടെ റോഡ് ഫണ്ട് ബോർഡിന്റെ റോഡല്ലേ, അതല്ലേ? റോഡ് ഫണ്ട് ബോർഡ് ഓട്ടോ സ്റ്റാൻഡ്. ഓട്ടോ സ്റ്റാൻഡ് മാറ്റാൻ വേണ്ടിട്ടാണോ? അതായത് ഇന്ത്യ സ്കൂളിന്റെ അവിടെ ഉള്ളതാണോ? ജംഗ്ഷനിൽ തന്നെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അതിന് പകരം നല്ലൊരു സ്ഥലം കണ്ടെത്തി അവർക്ക് കൊടുത്താൽ നമുക്ക് അത് മാറ്റം ചെയ്യാൻ സാധിക്കും.
മറ്റൊന്ന് നമുക്ക് വളരെ നന്നായിരുന്നു. അതൊരു നല്ല കാര്യമാണ്. ചെയ്യാം റോഡിൽ ചാഞ്ചിക്കുന്ന മരങ്ങളും മുറിച്ചാലും വലിയ ഉപകാരം. അത് മുറിക്കുന്നു. സ്കൂളിനകത്തുള്ള മരവും കുറെയൊക്കെ ചെയ്തു തന്നു. ബാക്കിയുള്ള കുറെ മരങ്ങൾ മുറിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള മരങ്ങൾ മുറിക്കുന്നുണ്ട്. ഓക്കെ, താങ്കളുടെ പേരെന്ന് പറയാം. താങ്കളുടെ പേരെന്ന് പറയാമോ? എന്റെ പേര് വിജയൻ മേനോൻ. റെസിഡൻഷ്യൽ അസോസിയേഷൻ ഏതാണ്? ENRയുടെ പ്രസിഡന്റ്, ഇന്ത്യൻ റെസിഡൻസ് അസോസിയേഷൻ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ബൈ. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ. ചുങ്കത് ഗോൾഡ്, precious like me. Joint Commission International, or JCI, is the gold standard for hospital safety and quality. SP Medifort Hospital has been accredited with JCI 8th edition, showcasing its commitment to world-class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always. Fashion for all at my own Parthas. 60 വർഷത്തെ സേവന പാരമ്പര്യമുള്ള SKP ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ വെഞ്ചർ, സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം, അതാണ് ടിംബാഗ് ഗ്രൂപ്പ്. വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിലെത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം. മനോഹരവും ഈട് നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം, കാലത്തെ അതിജീവിക്കുന്ന ആന്റിക് ഡിസൈനുകൾ, മോഡേൺ സോഫ സെറ്റുകൾ, അലമാരകൾ, ഡൈനിങ് സെറ്റുകൾ, മനസ്സിനിണങ്ങിയ ഫർണിച്ചർ, മനസ്സിനിണങ്ങിയ വിലയിൽ. ടിംബാഗ് ഗ്രൂപ്പ്, the biggest wooden furniture showroom in the heart of the city. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ. റിയൽ ഓണത്തിൽ വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. Pitapilli Agencies. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting, a testament to our unwavering commitment to trust, togetherness and transformation. Canara Bank celebrates its 120th year foundation day. Canara Bank, together we can. ഇടയ്ക്ക് ഉന്നയിച്ച ഒരു വിഷയം, 1-2 നമ്മുടെ അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഉന്നയിച്ചത് ഈ തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കുന്ന കാര്യത്തിലാണ്. നേരത്തെ KSEB ആണ് നേരിട്ട് തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്തത് കത്തിക്കുകയും പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് നഗരസഭ ഏജൻസിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഓരോ KSEB ഡിവിഷനും ഓരോ ഏജൻസിയാണ്. അപ്പം 3 ഡിവിഷനാണുള്ളത്. 3 ഡിവിഷനും 3 ഏജൻസിയാണ്. അപ്പോൾ ഞങ്ങളവിടെ വരുന്ന കഴക്കൂട്ടം ഡിവിഷനാണ്. അവിടെ ഏതാണ്ട് 38 വാർഡുകൾക്ക് ഒരു ഏജൻസിയാണ്. അവർ 3 സ്റ്റാഫുകളാണ് ഈ ഓരോ വാർഡുകളിലും പോയി ഈ കത്താത്ത ലൈറ്റ് കത്തിക്കുകയും പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കാനുള്ള നടപടി ചെയ്യുകയും ചെയ്തത്. അതിൽ ഒരുപാട് കാലതാമസം ഉണ്ടാകും. അതാണ് ഈ പരാതികൾക്ക് അടിസ്ഥാനം.
അപ്പോൾ 30, 40, 50 ലൈറ്റുകൾ കത്താതെ നമ്മൾ പലപ്പോഴായി പറഞ്ഞ് അത് അത്രയും ആകുമ്പോഴാണ് അവർ വന്ന് ഒരു തവണ കത്തിച്ചു പോകുന്നത്. പിന്നെ വീണ്ടും വരാൻ 1 മാസമോ അല്ലെങ്കിൽ 1.5 മാസമോ താമസം ഉണ്ടാകും. അതൊരു വലിയ പോരായ്മയാണ്. അപ്പോൾ തെരുവ് വിളക്കുകൾ കത്താതെ ഇരുന്നാൽ പ്രത്യേകിച്ചും സിറ്റിങ്ങിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. മറ്റൊന്ന്, ഈ മരാമത്ത് വർക്കുകളുടെ ഫണ്ട് അനുവദിക്കുന്നത്. ഞാൻ 2010 കൗൺസിലറായിരിക്കുമ്പോൾ 1 കോടി രൂപയാണ് ഒരു വർഷം മരാമത്ത് ഫണ്ടിന് വേണ്ടി അനുവദിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ തുക കുറച്ചിരിക്കുകയാണ്. 60 മുതൽ 80 ലക്ഷം രൂപ വരെയാണ് ഒരു വർഷം ഒരു വാർഡിന് അനുവദിക്കുന്ന ഫണ്ട്. പക്ഷെ 15 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ നിർമ്മാണ ചെലവിൻ്റെ വർധനവ് 3 ഇരട്ടി വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു സാധാരണഗതിയിൽ നമുക്ക് ആലോചിച്ചാൽ 1 കോടി രൂപ കൊടുത്തുകൊണ്ടിരുന്ന ഒരു വാർഡിൽ ഇപ്പോൾ 3 കോടി രൂപ കൊടുത്താൽ മാത്രമേ അന്ന് നടന്ന വർക്കുകൾ ഇപ്പോൾ നടക്കുകയുള്ളൂ. അതിന് പകരം ആ എമൗണ്ട് 80 ലക്ഷമോ അതിന് താഴെയോട്ട് കുറയ്ക്കുമ്പോൾ മരാമത്ത് വർക്കുകളെല്ലാം കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നില്ല. മാത്രമല്ല കോർപ്പറേഷൻ്റെ വർക്കുകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. PWD വർക്ക് ചെയ്യുന്നത് പോലെയുള്ള മികവ് കോർപ്പറേഷൻ്റെ ടാറിംഗ് പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകില്ല. അതുകൊണ്ട് 1-2 വർഷം കഴിയുമ്പോൾ ടാർ ചെയ്യുന്ന റോഡുകൾ നശിച്ചു പോകാറുണ്ട്. അപ്പോൾ 3 വർഷം കഴിഞ്ഞാൽ മാത്രമേ പുതിയ ഒരു റോഡ് വീണ്ടും ടാർ ചെയ്യാൻ വേണ്ടി എസ്റ്റിമേറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ നിയമപരമായിട്ട്. എങ്കിൽ പോലും പലതും അതിൻ്റെയൊക്കെ പരിധികൾ വിട്ടുകൊണ്ട് പലപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഫണ്ടിൻ്റെ പോരായ്മ പലപ്പോഴും നമുക്ക് തടസ്സമായി നിൽക്കാറുണ്ട്. അതിന് പലപ്പോഴും MPയുടെ MLA ഫണ്ടൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഫണ്ട് കൂടുതൽ കിട്ടുന്നതിനും ഈ തെരുവുകളൊക്കെ കത്തിക്കുന്നതിനുള്ള സംവിധാനം കൃത്യതയോടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഒരു ജനപ്രതിനിധി നിലയ്ക്ക് എനിക്ക് പ്രത്യേകമായിട്ട് ഈ അവസരം സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് വരാം. താങ്കളുടെ കുടുംബത്തിനെ കുറിച്ചാണ്. ഇപ്പൊ കഴിഞ്ഞ 10 വർഷക്കാലമായി തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു 10 വർഷക്കാലമായി ജനപ്രതിനിധിയാണ്. അപ്പോൾ താമസിക്കുന്ന അവിടെ തന്നെയാണ്? പെരുന്നാനിലാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഈ ഓടി കിടക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലാരൊക്കെ ഉണ്ട്, എങ്ങനെയാണ് കാര്യങ്ങൾ? ഞാനൊരു ചെറിയ ബിസിനസ് നടത്തുന്ന ആളും കൂടെയാണ്. കൗൺസിലർ മാത്രമല്ല, എനിക്ക് ജീവിക്കാൻ വേണ്ടി ഒരു ബിസിനസ് ഉണ്ട്. എൻ്റെ വൈഫാണ് ആ സ്ഥാപനത്തിൽ ഫുൾടൈം ഇരിക്കുന്നത്. എന്ത് ബിസിനസ് ആണ്? ഞങ്ങൾക്ക് ട്രാക്ക് ഓൺ കൊറിയർ സർവീസ്. അപ്പോൾ അവിടെ രാവിലെ മുതൽ വൈഫ് ഉണ്ടാവും, രാത്രി വരെ ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ രാവിലെയോ രാത്രിയോ എപ്പോഴെങ്കിലും സമയത്ത് പോയി അതിൻ്റെ ഒരു മേൽനോട്ടം വഹിച്ച് പോവുകയാണ്. എൻ്റെ 2 മക്കളാണ്, ഒരു മകളും മകനും. 2 പേരും ഡോക്ടേഴ്സാണ്. ഒരാൾ MBBS കഴിഞ്ഞ് PG ഫൈനൽ ഇയറാണ്. മകൾ വിവാഹം കഴിഞ്ഞു. മകൻ ഇപ്പോൾ MBBS കഴിഞ്ഞ് PGയുടെ എൻട്രൻസ് എഴുതാൻ വേണ്ടി തയ്യാറാകുകയാണ്. ട്രിവാൻഡ്രത്താണ്. ഇപ്പൊ എന്തായാലും പെരുന്താന്തി വാർഡിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുവാൻ സാധിച്ചു. വികസനങ്ങളെ കുറിച്ച്, അതിന്റെ ഫണ്ടുകളെ കുറിച്ച് അറിയാൻ സാധിച്ചു. വീണ്ടും അവിടെ ഒരുപാട് വികസനങ്ങൾ നടത്തുവാൻ അദ്ദേഹത്തിന് വീണ്ടും ജനപ്രതിനിധിയായി നഗരസഭയിൽ മാത്രമല്ല, കഴിയുമെങ്കിൽ മണ്ഡലത്തിലെ ഒരു MLA കൂടെ ആവാൻ അദ്ദേഹത്തിന്റെ ആരോഗ്യം ഉണ്ടാവണം, ആയുസ് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം സാർ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും munnacreations@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കുക. പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.